കണ്ണൂർ പടന്നക്കാട് KSRTC ബസും കാറും കൂട്ടിയിടിച്ച് 2 കുട്ടികൾ ഉൾപ്പെടെ 3 പേർക്ക് ദാരുണാന്ത്യം. കണിച്ചറ സ്വദേശികളായ സൈൻ റൊമാൻ, ലഹക് സൈനബ് എന്നിവരാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. KV ബൈജു വിവരങ്ങളുമായി ചേരുന്നു. ബൈജു, എപ്പോഴാണ് അപകടമുണ്ടായത്? ഇവർ സംഭവ സ്ഥലത്ത് തന്നെ മരിക്കുകയായിരുന്നോ? ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിച്ചവരുടെ നില ഏത് തരത്തിലാണ്? 12 മണിയോട് കൂടിയാണ് ഈ വലിയ അപകടമുണ്ടായത്. കണ്ണൂരിൽ നിന്നും കാസർഗോഡേക്ക് പോവുകയായിരുന്ന TT, അതും ഈ കാറ്, നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം എത്രത്തോളം വലിയ ഒരു അപകടമാണെന്നത്. കാറ് ഇടിയുടെ ആഘാതത്തിൽ പൂർണ്ണമായും കാറ് തകരുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. 3 സ്ത്രീകളും ഒരു കുട്ടിയും ഉൾപ്പെടെ 5 പേരാണ് ഈ കാറിനകത്ത് ഉണ്ടായിരുന്നത്. ഡ്രൈവർ ഉൾപ്പെടെ ആണ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. കാറ് വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തേക്കെടുത്തത്. ഇവരെ ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ 2 സ്ത്രീകളെ കണ്ണൂരിലെ മിംസ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഏതായാലും ഇത് സ്ഥിരമായി ഒരു അപകടം നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. പടന്നക്കാട് മേൽപ്പാലത്തിന് തൊട്ട് സമീപം സ്ഥിരമായി അപകടം നടക്കുന്ന ഒരു പ്രദേശമാണ്. നേരത്തെ ന്യൂസ് 8 തന്നെ റിപ്പോർട്ട് ചെയ്തതാണ് ഇവിടെ അപകട പരമ്പര കുറിച്ച്. പടന്നക്കാട് മേൽപ്പാലത്തിന് തൊട്ട് താഴെ ഇത്തരത്തിൽ നിരവധി അപകടം നടക്കുക. ഏതായാലും KSRTC ബസ് വളരെ ഒതുക്കി സൈഡിലായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കാറ് മറ്റൊരു വാഹനത്തിനെ ഓവർടേക്ക് ചെയ്ത് നമുക്ക് ഈ കാർ KSRTCയുടെ ദൃശ്യം കൂടി കാണാം. ആ ബസ് അത്രത്തോളം അവർ അരികിലാണ് അത് ഉണ്ടായിരുന്നത്. ഈ കാറ് ഓവർടേക്ക് ചെയ്ത് വന്ന് ഈ ബസ്സിന് അടിയിലേക്ക് ഇടിച്ച് കയറുകയായിരുന്നു. അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്. ഇടിയുടെ ആഘാതത്തിലാണ് ഈ കാറ് പൂർണ്ണമായും തകർന്നത്. ഇത് ദേശീയപാത ഈ നവീകരണം നടക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇവിടെ ഒരു വശത്തു കൂടി മാത്രമാണ് ഈ 2 വാഹനങ്ങൾ, 2 ഭാഗത്തേക്ക് വരുന്ന വാഹനങ്ങളും കടത്തിവിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ അപകടം കൂടുതലായി ഇവിടെ ഉണ്ടാകുന്നത്. നേരത്തെ തന്നെ വലിയ തോതിൽ പരാതിയേറുന്ന ഒരു സംഭവമാണ്. ഈ കുടുംബത്തിലെ അംഗങ്ങളാണ് ഇപ്പോൾ ഈ അപകടത്തിൽ മരണപ്പെട്ടതും. KV ബൈജു, ന്യൂസ് 18 കാസർഗോഡ്.